സമയമില്ല. കൂട്ടുകാരൻ അമ്മയോട് ചോദിച്ചേ, ചേച്ചി ഞങ്ങൾ അടുപ്പ് കാണുന്നില്ല എന്തെന്നൊക്കെ ചോദിച്ചേ. ആശുപത്രി ആയിരിക്കും മറ്റേ അമ്മേനല്ലേ? കാണുന്നില്ല, അറിയത്തില്ല, പിള്ളേരോട് ഇല്ലല്ലോ. അപ്പം കിടങ്ങാണല്ലേ ജോലിയാൻ തോന്നുന്നു. എനിക്കറിയത്തില്ല, എല്ലാവരും തോന്നുന്നു. എന്തോ ഇങ്ങനെ പറഞ്ഞില്ല, എന്താ പറഞ്ഞു. ഞാൻ പറഞ്ഞ ചേച്ചിയുടെ കൂടെ നിന്ന് ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നി എന്തായാലും ആശയമോ. അത് കഴിഞ്ഞ് മെഡിക്കൽ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു അവിടെ കിടക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച 2 ദിവസത്തെ ഗുളിക ഒന്നിച്ച് പറഞ്ഞു സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ജോസാനിയുടെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പോകാന്ന് ഓർത്ത് ശനിയാഴ്ച വരെ നോക്കിയിരുന്നു. വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും ഒട്ടും വയ്യായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് എനിക്കൊന്ന് ഇതുപോലെ തന്നെ എനിക്ക് തോന്നി വീട്ടിലാർക്കല്ലോ ഇപ്പൊ ഇന്നിപ്പോ 1 മാസമായി. അത് കഴിഞ്ഞ് മുഖം എല്ലാം നീര് കയറി, കാലും എല്ലാം നീര് കയറുന്നു. കാലൊക്കെ ഇത്രയും ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വന്ന് എന്നിട്ട് ഞാൻ പേടിച്ചിട്ട് എല്ലാ ചെക്കപ്പും ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യിച്ച്. കിഡ്നിക്ക് വല്ലതും ഉണ്ടോന്ന് അറിയാനേ. കുഴപ്പമൊന്നുമില്ല. പ്രഷർ, ഷുഗർ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ലോൺ ഉണ്ടെന്ന് എനിക്ക്, കുടുംബശ്രീ ലോൺ ബാങ്കിൽ നിന്ന് എടുത്തതാ. ചില പെണ്ണുങ്ങൾ സമ്മതിക്കും. 5-6 കുടിശ്ശിയായിരിക്കും. പെണ്ണുങ്ങൾ സമ്മതിക്കും. അവരെല്ലാം അടയ്ക്കാതിരുന്ന പിന്നെ വയ്യാത്ത കൊണ്ട് ഇച്ചിരിയൊക്കെ എത്ര നാളും വിട്ടുവീഴ്ച ചെയ്തു. ജെസ്സി എന്നെ വൈകിട്ട് വിളിച്ച് വരാൻ പറഞ്ഞു. ഒത്തിരി കട്ടിയുള്ള പണി ചെയ്യിക്കാലായിരിക്കും. പൊക്കോട്ടെ മോനെ. കഴിച്ചു. എന്താ കപ്പ കറി തേങ്ങ ഇട്ടിരുന്നു. ഉണക്ക് കപ്പ ഇച്ചിരി അടുപ്പെന്ന് പോരും. പൊന്നെന്നാ കഴിച്ചേ? മോന് പോകണ്ടേ? എന്നാ ശരി. കൊടുത്തല്ലോ അല്ലേ? നീ കഴിച്ചോ. ഇവനൊക്കെ ഇപ്പൊ ഇവിടുത്തെ സ്ഥിരം ടീമായി. എന്നാ ഇവിടെ കഴിക്കോ. ഓ വയ്യ വയ്യ. പോവാണേ. പൂച്ച മാത്രമേ ഉള്ളൂ കേൾക്കാൻ. ഇന്നലെ ഒരു കമ്പനിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു ക്ലാസ്സൊക്കെ പോലെ. അത് കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോൾ രാത്രിയായി. ആദ്യം ഒരുങ്ങിയ ആളാ ഇപ്പൊ കണ്ടോ. ആദ്യം ഒരുങ്ങിയ ആളാ അമ്മയുടെ അമ്മ. അതെ, ഞാൻ അതിന് കുളിച്ചതൊക്കെ ഇറങ്ങിക്കോളെ. സ്കൂളിലാണോ ചേച്ചി? ഇറങ്ങിക്കോളാം പറയാം. സമയം പോയി. ചെലവെന്ന് പറയാം. വിളിച്ചു ചോദിച്ചായിരുന്നോ? ഒന്ന് പോകാവോ? ഞാൻ വേറെ കിട്ടില്ല. അമ്മ ഒന്ന് വാമ്മേ.
കൂത്തുവാരി വഴിയിട്ട് കത്തിക്കാനോ? പിന്നെ കത്തിച്ചു അമ്മ ഇതൊക്കെ കത്തിച്ചു വെക്കണമെന്ന് ഒറ്റ ചിന്തയുള്ളൂ. കൂത്തുവാരിടുവാണെങ്കിൽ ആ സാധനം അവിടെ നിന്ന് മണ്ണാ ഓരയോ അമ്മയ്ക്ക്. ഈ പറമ്പ് നിറച്ച് മണ്ണായതെങ്ങനെയാ എന്ന് പറഞ്ഞു തന്നെ. ഇത് മൊത്തം പാറയായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഇതുപോലെ സാധനങ്ങളൊക്കെ ഇട്ട് ഒക്കെയാ. ചുമ്മാ അല്ലേ ചേട്ടാ നമ്മളെ ഇതൊന്നും പറയുന്നത് പൊട്ടത്തരം അല്ലല്ല ആ പറമ്പിൽ ഇടണമെന്നേ. ഇറക്കുറങ്ങുമ്പോൾ കാലിന് വേദനയുണ്ട്. വീണ് വേദന എന്താണെന്ന് അറിയത്തില്ല. കയറിയപ്പോൾ തലയും കണ്ടു നന്നായിട്ട് ഇടിച്ചു. നല്ല വേദനയായി. ആ ഇവിടെ പാലം പണിത് നല്ല കാര്യമായി. ആ പക്ഷെ പണിതുകൊണ്ട് ഇതിൽ കൂടെ പോകാമോ? പോകാതിരിക്കും. ഇതിൽ കൂടെ പോകാനാ? ഇതിൽ പോകാൻ മോനെ. ഇതിൽ കൂടെ പോകുന്നേ. ഇതാണ് ഇത് പാലം പണിത് നല്ല കാര്യം അല്ലേ? കാക്കമ്മയുടെ കർമ്മത്തിന് വന്നതാ അല്ലേ? ഒരു വർഷത്തെ പൂജയ്ക്ക് വന്ന. പിന്നെ ഏകദേശം ഒരു വർഷം ആകാറായോ? ഇല്ലല്ലേ? ഒരു വർഷം ആകാറായോ? ഇല്ലല്ലോ. ഇതാണ് നെന്മേനി ക്ഷേത്രം, ദേവീക്ഷേത്രം. ഇപ്പൊ കയറാവോ? നിവേദ്യം അങ്ങനെയല്ലോ ആണോ? ഇല്ലില്ല. ഓക്കെ. ഏതാ മമ്മി? എൻ്റെ ഫോണാണോ? അമ്മയുടെ ഫോണാണോ കയ്യിൽ നിന്ന് പോയേ? സോറി. കാക്കമ്മയുടെ എൻ്റെയോ? അമ്മയുടെ. അത് ഞാൻ ഇങ്ങനെ കൊച്ചു കാണിക്കും. ഇതല്ലേ? ശാമ്പുക്കുടൻ പറയുന്നത് എനിക്ക് അമ്പലത്തിൽ പോകണം. എന്നാൽ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നേരെ നോക്കി പ്രാർത്ഥിക്കുമോ? അതുമില്ല. അതാണ് ശംഭുവിൻ്റെ ഒരു
ഇനി അടുത്ത പാർത്ഥസാരഥിയിലോട്ട്. അങ്ങനെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി. ഇന്നലെ ആയില്യം എന്ന് പറഞ്ഞ് പോയി, പക്ഷേ ആയില്യം കഴിഞ്ഞു പോയായിരുന്നു, തലേദിവസമായിരുന്നു. ഇന്ന് അങ്ങ് വെറുതെ പോവുകയാണ്. പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. കാപ്പി കുടിക്കാൻ വരുന്നു. തുടണ്ടേ? പോകാം. പിന്നെ ചേട്ടാ എന്നും അമ്പലത്തിൽ പോകായിരുന്നു. ഇപ്പം 1-2 ദിവസമായിട്ട് ഇപ്പം ഇവിടെ ആയതുകൊണ്ടേ ഇവിടെ കയറുന്നത് കൊണ്ട് വരെ നടക്കുന്നില്ല. എന്നാ രാവിലെ പാൽപ്പായസമല്ല കേട്ടോ, കടും പായസമാ. വാ. എന്നാ പായസം? ഈ പൈസ കൊടുത്തേ. മോനെ എന്നാ ഒന്ന് കൊടുത്തേ. നമുക്ക് അവിടെ കയ്യിലോട്ട് കൊടുത്തേക്കാ, ഇലയോടെ കടലാസം അങ്ങോട്ട് അതിനകത്ത് വാരിത്തരണോ ചോദിച്ചാൽ ഇങ്ങതാ, ഞാൻ വാരി കൊടുത്തണം. ഇതാ. ഓയ്, ഈ പായസം വേണമെന്ന് അറിയില്ല അമ്പലത്തിൽ പോകുമ്പോൾ. ഇതാണ് പായസം, ഇതാണ് കടും പായസം. ഒരുങ്ങി ഇപ്പോൾ എവിടെ പോകും? നാട്ടിൽ അലക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ലിപ്സ്റ്റിക് 6 ഇപ്പം എന്ത് ചെയ്യണം? ടൗണിലായി പോയില്ലേ? എന്നെ അന്നും ഉണ്ട് ഇതുപോലെ. ഇത് ആണൊക്കെ ദാസം പറഞ്ഞു. ഈ ഭാഗത്ത് ഞാനല്ല വേറെ ആരോ, ഈ ഭാഗത്ത് എനിക്കല്ല വേറെ ആർക്കും സൗന്ദര്യമുണ്ടോ? സൗന്ദര്യം കൊണ്ടാണ് ഇറങ്ങുന്നത്. പിന്നെ അല്ലാതെ ടൗണിന്റെ അലക്കിയിട്ടുണ്ടെന്ന് ആ ഒരു കുറെ പേര് കാണത്തില്ലേ? അപ്പോൾ ഇത്രയും നല്ല മിടുക്കിയായ സുന്ദരിയായിട്ടൊരു പെൺകൊച്ച്, പെൺകുട്ടി സ്ത്രീയെ അധികം പറഞ്ഞാൽ മഴയും പെയ്യുമ്പോ മഴ പെയ്താലും അർത്ഥപ്പെടാം. അതെ ആ സാധനം ഇങ്ങനെ പാത്തി വെച്ച് അമ്മയ്ക്ക് അറിയാമല്ലോ മഴ പെയ്യുമ്പോൾ ഏകദേശം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അത് മാത്രം പിടിച്ചാൽ ബാക്കി പിടിച്ചാലോ, ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഇരിക്കും തോന്നുന്നു. എന്നാ
കേട്ടോ. ഇന്ന് കുറച്ച് ഓവർ ടൈം വർക്കായിരുന്നു, അതുകൊണ്ട് താമസിച്ച്. ഭയങ്കര ക്ഷീണം. ഈ കുട്ടിക്കാനം തണുത്ത് ഒരു മലമണ്ട പ്രദേശമായതുകൊണ്ട് അവിടുന്ന് നോർമലി ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ക്ഷീണമാണ്. പിന്നെ അവിടെ പകൽ മൊത്തം ഈ തണുപ്പ് കാലാവസ്ഥയായിരുന്നിട്ട് ഈ ചൂടിനകത്തോട്ടൊരു പാവപ്പെട്ടൊരു പ്രശ്നമാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് അവിടെ നിന്ന് വരുമ്പോൾ. കാര്യം നല്ല രസമാണ്, സുഖമാണൊക്കെ, ശരിയാണ്, രസമുള്ള സ്ഥലമൊക്കെയാണ്. പക്ഷെ പറഞ്ഞിട്ടില്ല, കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമുണ്ട്. ഇവിടെ വരുമ്പോഴത്തേനും ചെവിയൊക്കെ അങ്ങ് അടയും. കുറച്ച് കഴിയണം പിന്നെ ഒന്ന് നോർമലായി നമ്മൾ ഈ കാലാവസ്ഥയായിട്ട് സെറ്റായി വരാൻ. പൂച്ച പട്ടി കോഴി ശ്യാമളി ചെടി നമ്മളെ കള്ളാവും.